വളരെ പെട്ടെന്നുണ്ടായൊരു തീരുമാനത്തിൻ്റെ പുറത്തുള്ളൊരു യാത്രയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേര് കൂടിയിട്ടാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഉടൻപണത്തിലെ വെങ്കിയുടെ ട്രിവാൻഡ്രത്തുള്ള സുടുസുട ഇഡ്ഡലി ഭയങ്കര ഫേമസ് ആയ ഒന്നാണല്ലോ. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ കോഴിക്കോട് പാളയത്തും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നവരാത്രിക്കായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് പോയി കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അതങ്ങോട്ട് നടത്താമല്ലോ എന്ന് വിചാരിച്ച് പോയതായിരുന്നു. ഭയങ്കര തിരക്കുള്ളൊരു സംഭവമാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടോക്കൺ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് ഓർഡർ കൊടുക്കുകയും വേണം. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അതാണ് ഒരു ചടങ്ങ്. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. ലൈവായിട്ടാണ് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി തരിക. എന്താ സംഭവം എന്നറിയണമല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ടൈം എത്തിയായിരുന്നു. നമ്മൾ 4 ടൈപ്പ് ഓഫ് ഇഡ്ഡലീസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പനീർ ബട്ടർ, സോയാബീൻ, പൊടി ഇഡ്ഡലി ആൻഡ് ഫൈനലി ബട്ടർ ഇഡ്ഡലി. ടു ബി ഓണസ്റ്റ്ലി വലിയ സംഭവം ഒരു ഐറ്റം ഒന്നും അല്ലായിരുന്നു. അത്യാവശ്യം റേറ്റും ഉണ്ട്, എന്നാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ഞാനൊരിക്കലും നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്നൊന്നും പറഞ്ഞു തരില്ല. ഒരു ഇഡ്ഡലി ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യുക, അത്രമാത്രം. നമ്മൾ പിന്നെ വേറെ ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ആൻ ഓക്കെ ഐറ്റം.